ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പം ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. കുറച്ച് ഫ്രാഷൻ പൊട്ടും കൂടി കിട്ടിയായിരുന്നു. അപ്പം ഇത് തിന്നാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷമായി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിരുന്ന സാധനമാണ്. അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ മരത്തിൻ്റെയൊക്കെ മൂട്ടിൽ പോയി നിന്ന ഒരു കുട്ടിക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം അണ്ണാനും കാക്കയൊക്കെ കൊത്തിയിടുന്നതൊക്കെ പറക്കി തിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്ന് പറയണം കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അയണിച്ചക്ക എന്നാണ് പറയുക. അപ്പം പല സ്ഥലങ്ങളിലും പല പേരിലല്ലേ പറയുക. ശരിക്കും ഇതൊരു ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പം ആദ്യമൊക്കെ മോന് തിന്നാൻ അറിയത്തില്ലായിരുന്നു. രണ്ടാമതിപ്പം അത് തിന്നാൻ പഠിച്ചിട്ടോ. അതാണ്ട് അരിയൊക്കെ തെറിച്ച് പോകണുണ്ടല്ലേ. ഇച്ചുവിൻ്റെ ഉമ്മി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അയണിച്ചക്ക. പക്ഷേങ്കിൽ അത് അന്നൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം ഇപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ വന്നപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനത് അവരെ കൊണ്ട് പറപ്പിച്ച് ഇച്ചുവിന് കൊടുക്കായിരുന്നു. അപ്പോൾ ഇച്ചുവിന് അത് കഴിക്കാൻ പറ്റി. ഇപ്പോഴും ഇച്ചുവിൻ്റെ ഉമ്മിക്ക് അത് കഴിക്കാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ ആ കുട്ടിക്കാലത്തിൻ്റെ ആ മധുരിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. ഞാനിത് വാരി വലിച്ച് കഴിക്കുന്നതുകൊണ്ട് ആരും കളിയാക്കണ്ട കേട്ടോ. ഒരുപാട് വർഷം കഴിഞ്ഞ് കഴിക്കുകയാണ്. പിന്നെ കുട്ടിക്കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ്. അതിൻ്റെയൊക്കെ ഒരു ആവേശമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം അവിടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കുമായിട്ട് ഞാൻ 2, 3 ഒക്കെ വെച്ച് ഇങ്ങനെ വീതിച്ച് കൊടുത്തു. കാരണം എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം മോനും ഇപ്പോൾ കഴിക്കാൻ സാധിച്ചല്ലോ ആദ്യമായിട്ട്. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമായി കേട്ടോ. ശരിക്കും അന്നത്തെയൊക്കെ ഒരു കുട്ടിക്കാലമല്ലേ, എന്തോരം ഓർമ്മകളാണ് ഇപ്പോഴും. ഇന്നത്തെയൊക്കെ കുട്ടിക്കാലത്തിന് ഇല്ലാത്ത ഒരു ഹാപ്പിനെസ് ആയിരുന്നു അന്നത്തെയൊക്കെ ഒരു കുട്ടിക്കാലത്തിന്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ നഷ്ടബോധം ഒരുപാട് തോന്നുന്ന സമയം കുട്ടിക്കാലം തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിന് പേടിയാണ് അതിനെ. അപ്പം ഇതിൻ്റെ കുരു കാണിച്ചു തരാം. ഈ കുരു നമ്മൾ പണ്ട് ചുട്ട് തിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറുത്ത് തിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ആ ടേസ്റ്റൊന്നും പിടിക്കത്തില്ല. ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഫുഡിൻ്റെയൊക്കെ സ്റ്റൈൽ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി എങ്കിൽ, ഒരുപാട് പേര് കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.